ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് സഭാമാതാവ് നമുക്കിന്ന് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. സുവിശേഷത്തിൽ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് മുട്ടുകുത്തിക്കൊണ്ട്, നല്ലവനായ ഗുരുവേ, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. സുവിശേഷത്തിൽ വ്യത്യസ്തമായൊരു സംഭവമായിട്ട് നമുക്കിതിനെ കാണാം. കാരണം പൊതുവെ രോഗശാന്തി ലഭിക്കുവാനും അത്ഭുതങ്ങൾ കാണുവാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രോഗശാന്തി നേടിക്കൊടുക്കുവാനും ഒക്കെ വേണ്ടിയാണ് പലപ്പോഴും ആളുകൾ യേശുവിൻ്റെ അടുക്കലേക്ക് ഇതുപോലെ ഓടിയെത്തുന്നത്. എന്നാൽ ഈ വ്യക്തി ആത്മീയമായ ഒരു ദാഹവുമായിട്ടാണ് യേശുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് പറയുകയാണ്, മകനെ, നീ 10 കൽപ്പനകൾ പാലിക്കുക. നിത്യജീവൻ അവകാശമാക്കാൻ നിനക്കതു മതി. ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് ഒരു യഹൂദൻ്റെ രക്തത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ്. കാരണം പ്രവാചകനായ മോശ വഴി ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് നൽകിയിരിക്കുന്ന വാഗ്ദാനം അല്ലെങ്കിൽ നിയമാവലിയാണ് ഈ 10 കൽപ്പനകൾ. അതുകൊണ്ട് ഒരു യഹൂദനോട് നീ 10 കൽപ്പനകൾ പാലിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. അതാണ് ആ വ്യക്തി യേശുവിനോട് മറുപടി പറയുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇവയൊക്കെ പരിശീലിക്കുന്നുണ്ട്. അപ്പോൾ 10 കൽപ്പനകളേക്കാൾ ഉപരി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ഒരു ഉൾവിളിയുമായിട്ടാണ് ആ വ്യക്തി യേശുവിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇതിനെ നമുക്കൊരു ദൈവവിളിയായിട്ട് കാണാം. കാരണം ദൈവവിളി എന്ന് പറയുന്നത് തന്നെ സാധാരണ ആത്മീയതയേക്കാൾ ഉപരി, എല്ലാവരും പരിശീലിക്കുന്ന ആത്മീയതയേക്കാളൊക്കെ ഉപരി എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ഉൾവിളിയാണ് ദൈവവിളി. അപ്പോൾ അത്തരത്തിലൊരു ഉൾവിളിയാണ് ഈ വ്യക്തിക്കും ഉണ്ടായിട്ടുള്ളത്. ഇനി 10 കൽപ്പനകളേക്കാൾ ഉപരി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവായിട്ട് തീരുക എന്ന് തന്നെയാണ്. കാരണം മനുഷ്യന് എത്തിപ്പെടാൻ കഴിയുന്ന ഉന്നതമായ ആത്മീയതയുടെ ഭാവമാണ് ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത്. അതിലുമുപരി എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവായിട്ട് മാറുക എന്ന് തന്നെയാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് സുവിശേഷകൻ പറയുന്നത് യേശു അവനെ സ്നേഹത്തോടെ കടാക്ഷിച്ചുവെന്ന്. എന്നിട്ട് യേശു അവനോട് പറയുകയാണ്, നിനക്ക് ഒരു കുറവുണ്ട്. നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ ക്രിസ്തുവായിട്ട് മാറണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പരിത്യാഗത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു വിട്ടുകൊടുക്കലിൻ്റെ ആവശ്യമുണ്ട്. അവിടെയാണ് ആ വ്യക്തിക്ക് തോൽവി സംഭവിക്കുന്നത്. സുവിശേഷകൻ പറയുകയാണ്, അത് കേട്ടപ്പോൾ അവൻ വിഷാദനായി സങ്കടപ്പെട്ട് തിരിച്ച് നടന്നുപോയെന്നാണ്. കാരണം അവന് ഒരുപാട് സമ്പാദ്യമുണ്ടായിരുന്നു. സ്നേഹമുള്ളവർ, മാമോദീസ എന്ന കൂദാശയിലൂടെ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുവാനാണ്. അങ്ങനെ ക്രിസ്തുവായിട്ട് മാറണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പരിത്യാഗം ആവശ്യമായിട്ടുണ്ട്. ഈ ധനമെന്ന് പറയുന്നത് നശ്വരമായ സമ്പാദ്യം മാത്രമല്ല. എന്നെ എൻ്റെ ദൈവത്തിലേക്ക് വളരുവാൻ, ക്രിസ്തുവിലേക്ക് വളരുവാൻ എന്നെ അനുവദിക്കാത്തത് എന്താണോ അതെല്ലാം ധനമാണ്. അത് ചിലപ്പോൾ എനിക്ക് നശ്വര വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യമായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള അമിതമായ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ അസൂയയായിരിക്കാം, ദേഷ്യമായിരിക്കാം, എൻ്റെ സ്വാർത്ഥതയായിരിക്കും, എൻ്റെ കോപമായിരിക്കാം. ഇത്തരത്തിലുള്ള ധനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായി എന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ് ഞാനും ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്നത്. നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്തു നോക്കാം. ക്രിസ്തുവായി തീരുവാൻ എന്നെ അനുവദിക്കാത്ത സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കാൻ കഴിയാതെ ഞാൻ മുറുക്കെ പിടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ തന്നെ മറ്റുള്ളവർക്ക് പകുത്തു കൊടുത്തുകൊണ്ട് ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുവാൻ, ക്രിസ്തുവിനെ അനുഗമിക്കാൻ, ക്രിസ്തുവിനെ അനുകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നല്ലവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.